നടി, അവതാരക, ഇൻഫ്ലുവൻസർ, മോട്ടിവേഷണൽ സ്പീക്കർ എന്നിങ്ങനെ പേളി മാണി തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇതിനൊപ്പം മനോഹരമായ കുടുംബജീവിതം നയിക്കാനും നടിക്ക് സാധിക്കുന്നുണ്ട്. ശ്രീനിഷ് അരവിന്ദുമായി പേളി പ്രണയത്തിലായതും വിവാഹം കഴിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും മലയാളികൾ അറിഞ്ഞതാണ്. മാതൃകാ ദമ്പതിമാരെന്ന നിലയിൽ പ്രേക്ഷക പ്രശംസ നേടിയെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പേളിയും ശ്രീനിഷും വിമർശനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നടി പേളിക്കെതിരെ തുറന്നു പറച്ചിലുമായി വന്നതോടെ വ്യാപക വിമർശനവും ഉയർന്നു. ഈ വിഷയം ഒന്ന് മയപ്പെട്ടപ്പോഴേക്കും ശ്രീനിഷിന്റെ പഴയ പ്രണയകഥയും പൊങ്ങി വന്നു. ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്ത് ശ്രീനിഷിന് ഒരു നടിയുമായി ഇഷ്ടമുണ്ടായിരുന്നുവെന്നും അതുള്ളപ്പോൾ തന്നെയാണ് പേളിയുമായി അടുപ്പത്തിലായതെന്നും നടി അർച്ചന സുശീലൻ പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. അർച്ചനയുടെ വീഡിയോ കട്ട് ചെയ്ത് പല രീതിയിൽ പ്രചരിക്കപ്പെട്ടു. ഇതോടെ താരങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഒരു പ്രമുഖ യൂട്യൂബർ. ശ്രീനിഷിനെ കുറിച്ച് പുറത്തു നടക്കുന്ന വൈറൽ വീഡിയോകൾ ഉൾപ്പെടുത്തിയാണ് അയാൾ സംസാരിക്കുന്നത്. പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടും BB ഹൗസിനകത്ത് കയറി മറ്റൊരു റിലേഷൻ ആയതിനോട് താൻ യോജിക്കുന്നില്ല. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് വർഷങ്ങൾ ഒരുപാടായി. ഇപ്പോൾ അവർ 2 പെൺമക്കളോടൊപ്പം ജീവിക്കുന്ന കുടുംബമാണ്. പ്രത്യേകിച്ച് അവരുടെ മക്കളുടെ വീഡിയോ കാണാൻ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പഴയതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഏകദേശം 4-5 വർഷം മുൻപേ ഉള്ള ഒരു വീഡിയോ ആണിത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കണ്ട് കഴിഞ്ഞതാണ്. എന്നാൽ വീണ്ടും അത് വന്നതോടെ ആളുകൾ ഇതിന് താഴെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. പേളി മാണിയെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. എന്തിനാണ് പേളിയെ കുറ്റം പറയുന്നത്? ശ്രീനിക്ക് വേറെ ബന്ധമുണ്ടെന്ന് അവൾക്ക് അറിയുമായിരുന്നു. അവൾ അതിനകത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത് തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഇനി പേളിയെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ കുട്ടി ഇപ്പോഴും വിവാഹം കഴിക്കാതെ ശ്രീനിഷിനെ ഓർത്ത് ഇരിക്കുകയാണെന്ന് ചിലർ പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ ഇതിനകം അതൊക്കെ മറികടന്ന് പുതിയ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി ദയവ് ചെയ്ത് പേളിയുടെ കുടുംബം തകർക്കാതിരിക്കണമെന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സിലൂടെ ആരാധകരും പറയുന്നത്. പ്ലീസ് മാളവികയെ വെറുതെ വിടൂ, ആ കുട്ടിക്കൊരു ഭാവിയുണ്ട്. അതുപോലെ പേളിയും ശ്രീനിഷും വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അന്നില്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്തിനാണ് കുത്തിപ്പൊക്കുന്നത്? ശ്രീനിഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ചതിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടി ഇത്രയും വർഷങ്ങൾ കൊണ്ട് മൂവ് ഓൺ ആയിട്ടുണ്ടാകും. ചിലപ്പോൾ റിലേഷനിലും ആയിരിക്കും. പുതിയ സീരിയലൊക്കെ ചെയ്ത് ആ കുട്ടി സന്തോഷത്തോടെ പോകുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ആ കുട്ടിയെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? ശ്രീനിഷും പേളിയും കുഞ്ഞുങ്ങളുമായി ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു. അതിനിടയിൽ എന്തിനാണ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ഇത്തരത്തിലൊക്കെയാണ് ആരാധകരുടെ ഗോസിപ്പിനോടുള്ള പ്രതികരണം.